ഹലോ, നമ്മുടെ ജീവിതത്തിൽ വളരെ ഡിമാൻഡഡ് ആയിട്ടുള്ള പെട്രോൾ ഡീസലൊക്കെ എങ്ങനെയാണ് ഈ ഭൂമിക്കടിയിൽ നിന്ന് എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ടവർ പോലെ കാണുന്നതാണ് റിഗ്. കുഴികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് റിഗ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇതേപോലെ കുറെ റിഗുകൾ കാണാൻ പറ്റും. പൊതുജല പൈപ്പ് പോലെ കാണുന്ന ഈ സാധനം ഉപയോഗിച്ചിട്ടാട്ടോ എണ്ണ എടുക്കുന്നത്. ഇങ്ങനെ ഓയിലുകൾ കുഴിച്ചെടുക്കുന്ന സമയത്ത് ഗ്യാസും പുറത്തു വരും. അത് അവിടെ സമ്മർദ്ദം ഉണ്ടാക്കാതിരിക്കാനും കൂടാതെ ഇത് കൂടുതലും വിഷവാതകങ്ങളായതുകൊണ്ട് അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ വായു മലിനീകരണവും സ്ഫോടനങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിത് കത്തിച്ച് കളയുന്നത്. നമ്മൾ സുമതി വളവിലേക്കാണ് പോണത്. ആരൊന്നും കണ്ട് പേടിക്കരുത്. സുമതി വളവ് എന്ന് പറഞ്ഞാല് അതൊരു വളവാണ്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. സുമതിയുടെ നാട്ടിലുണ്ട്. ശരിക്കും സുമതി എവിടാന്നുള്ള സുമതിക്ക് അറിയുള്ളൂ. ഇതൊക്കെ എന്ത് എന്നുള്ള മട്ടിലാണ് ജംഷിക്കായിരിക്കണത്. സുമതിയെ പ്രതീക്ഷിച്ച് പോയ ഞങ്ങൾ ഒരു സുലൈമാനെ കണ്ട് ഞെട്ടി കേട്ടോ. ആ വരവ് കണ്ട് പേടിച്ച് ഞങ്ങൾ എങ്ങനെയെങ്കിലും ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടാൽ മതി. ശേഷം ഞങ്ങൾ പോയത് ബഹ്റൈനിലെ തന്നെ ഒറ്റമരമായിട്ടുള്ള 400 വർഷം പഴക്കമുള്ള ട്രീ ഓഫ് ലൈഫ് കാണാൻ. ഈ മരത്തിന്റെ പ്രത്യേകതകളെ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ നീട്ടുന്നില്ല. ഇതിപ്പോ എന്താ സംഭവം നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും വിചാരിച്ചത്. ബഹ്റൈനിലെ അലൂമിനിയം കമ്പനി ആയിട്ടുള്ള അൽബ അലൂമിനിയം കമ്പനിയാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയായിരുന്നു കേട്ടോ ഇത്. ഇനി ബഹ്റൈനിലെ പുതിയ വിശേഷങ്ങളായിട്ട്